സർ, അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ ഒരു വ്യാപാര തീരുവയൊക്കെ ഏർപ്പെടുത്തി എങ്കിലും ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ട്രംപ് കീഴടങ്ങുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് വ്യാപാര രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് US-ൻ്റെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉൾപ്പെടെയുള്ളവർ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പല വ്യാപാര ഉടമ്പടികളിലും ഒപ്പുവെക്കാനും തുടർന്നു പോകാനും ഉള്ള സാധ്യതയാണ് അതിലൂടെ ഇന്ത്യ കാണുന്നത്. ഏതായാലും ട്രംപിൻ്റെ ആ ഒരു ഇച്ചിരി വലിയ പിടിവാശിക്ക് മുന്നിൽ മോദി വിജയിക്കുകയാണോ? അതായത് ഈ ഇന്ത്യയെ മെരുക്കി എടുക്കാൻ, ഇന്ത്യയെ ഒന്ന് വഴക്കി എടുക്കാനായി ശ്രമിച്ച അമേരിക്കയുടെ, പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിൻ്റെ ആ നീക്കത്തിന് ഒരു തടസ്സമായിരിക്കുകയല്ലേ? ഇതിലൂടെ നാം ഇന്ത്യ ഈ കാര്യത്തിൽ വിജയിക്കുകയല്ലേ? ട്രംപിൻ്റെ ആ ഒരു പിടിവാശിക്ക് മുന്നിൽ മോദി തല കുനിച്ചില്ല എന്ന് തന്നെ നമുക്കിതിൽ പറയാമോ? തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിനൊടുവിൽ ട്രംപ് വളരെ വിലയേറിയ തിരിച്ചറിവുകളിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ സാമ്പത്തിക വിദഗ്ധർ വിശകലനം ചെയ്യുന്നത് ഇപ്പോൾ. കാരണം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് റിക് ഷ്വിറ്റ്സറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ന്യൂഡൽഹി സന്ദർശിക്കുകയും 2 ദിവസം അവർ ഡൽഹിയിലുണ്ടായിരുന്നു. നമ്മുടെ വ്യാപാര സംഘത്തിൻ്റെ നായകനായിട്ട് നയിക്കുന്ന രാജേഷ് അഗർവാളുമായിട്ട് വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഈ ചർച്ചകൾക്കൊടുവിൽ അമേരിക്ക തന്നെ പുറത്തുവിട്ട സൂചന അനുസരിച്ച് മാർച്ചോടുകൂടി ഇന്ത്യയുമായിട്ട് ഒരു സമ്പൂർണ്ണ വ്യാപാര കരാറിൽ അമേരിക്ക എത്തിച്ചേരുമെന്നും അത് ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വ്യാപാര സഹകരണത്തിലേക്കായിരിക്കും ഇരു രാജ്യങ്ങളിലെ നയിക്കുക എന്നും വളരെ വേഗത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $500 ബില്യൺ എന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് അമേരിക്ക തന്നെ വ്യക്തമാക്കിയത്. ഇതിനുശേഷമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാസങ്ങൾക്ക് ശേഷം നരേന്ദ്രമോദിയുമായിട്ട് ടെലഫോണിൽ സംഭാഷണം നടത്തിയത്. ഈ ട്രംപ് പലപ്പോഴും മോഡിയെ കാണാൻ ശ്രമിക്കുമ്പോൾ മോഡി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുമായിരുന്നു. അതുപോലെ തന്നെ G7 ഉച്ചകോടി കാനഡയിൽ വെച്ച് നടന്നപ്പോൾ ട്രംപ് മോഡിയെ കാണാതിരിക്കാൻ വേഗത്തിൽ അവിടുന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം ഒരു ഉച്ചകോടിയിലും മോഡി ട്രംപുമായിട്ട് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. ടെലഫോൺ സംഭാഷണത്തിന് പോലും മോഡി തയ്യാറല്ലായിരുന്നു. ആ നിലപാടിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് ട്രംപുമായി വ്യാപാര ബന്ധങ്ങൾ ചർച്ച ചെയ്യുകയും അത് അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സംഭാഷണം അവർ തമ്മിൽ നടത്തുകയും ചെയ്തത് മഞ്ഞുരുകലിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് സാമ്പത്തിക മേഖലയിലെയും അതുപോലെ നയതന്ത്ര മേഖലയിലെയും വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മാത്രമല്ല, അമേരിക്ക വളരെ കൃത്യമായ മറ്റു ചില സൂചനകളും നൽകി. അതായത് G7 എന്ന വികസിത രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇനി അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ല. മാത്രവുമല്ല, അമേരിക്ക നാറ്റോയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ് എന്നുള്ള സൂചന പോലും അമേരിക്ക നൽകി. G7 പകരം C5 എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. C5 എന്ന് വെച്ചാൽ കോർ 5 എന്നാണ്. ഈ കോർ 5 എന്ന് പറയുന്ന 5 രാജ്യങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, റഷ്യ, ചൈന, ഇന്ത്യ, ജപ്പാൻ, ഇങ്ങനെയുള്ള 5 രാജ്യങ്ങൾ മതി. ഇവരാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന ശക്തികൾ. ജനസംഖ്യ വെച്ച്, സമ്പദ്ഘടനയുടെ ശക്തി വെച്ചും, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മുന്നേറ്റങ്ങൾ വെച്ചും എല്ലാം ഈ 5 രാജ്യങ്ങൾ ചേർന്നാൽ ലോകത്തിനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു പുതിയ ഉൾക്കാഴ്ചയിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ മോഡിയുടെ മുന്നിൽ ട്രംപ് മുട്ടുമടക്കിയെന്നൊന്നും ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നില്ല, അങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയെ മുട്ടുകുത്തിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ ട്രംപിന് ഒഴിവായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വന്ന് ചർച്ച നടത്തിയതിന് ശേഷം പോയ അമേരിക്കൻ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് റിക് സ്വിറ്റ്സർ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഈസ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്നാണ്. അതായത് അത്ര എളുപ്പത്തിലൊന്നും നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുന്ന ഒരു കക്ഷിയല്ല ഇന്ത്യ, അങ്ങനത്തെ ഒരു രാജ്യമല്ല ഇന്ത്യ എന്നുള്ള വളരെ കൃത്യമായ അഭിപ്രായമാണ് അമേരിക്കയുടെ എളുപ്പത്തിൽ വ്യാപാര എളുപ്പത്തിൽ പൊട്ടിക്കാൻ പറ്റുന്ന നട്ടല്ല. അങ്ങനെ എന്ന ഒരു ശരിക്കും അക്ഷരാർത്ഥത്തിലൊരു മലയാളം ട്രാൻസ്ലേഷൻ ഇല്ല. അപ്പോ അല്ല, ആ പ്രയോഗം നല്ല പ്രയോഗം. അതെ, അപ്പം അങ്ങനെയാണ് അമേരിക്ക ഇപ്പോൾ വിലയിരുത്തുന്നത്.
പക്ഷെ അമേരിക്ക തിരിച്ചറിയുന്നത് ഒരു കാരണവശാലും ഇന്ത്യയെ അമേരിക്കയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ റിലോസ് എന്ന ഒരു എഗ്രിമെന്റ് ഈ പുടിൻ വന്നപ്പോൾ ഒപ്പിട്ടില്ല. പല ആൾക്കാർക്കും അതിന്റെ പ്രാധാന്യം വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞില്ല. അതായത് ആ എഗ്രിമെന്റ് പ്രകാരം ഇന്ത്യയുടെ തുറമുഖങ്ങളാവട്ടെ വിമാനത്താവളങ്ങളാകട്ടെ യുദ്ധസമയത്തും സമാധാന സമയത്തും റഷ്യക്ക് ഉപയോഗിക്കാം. അത് റഷ്യയുടെ വിമാനങ്ങൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാം, ഇവിടെ വന്ന് റീഫ്യൂവൽ ചെയ്യാം. അതുപോലെ റഷ്യയുടെ പടക്കോപ്പുകൾ, അമ്മ്യൂണിഷൻ ഇന്ത്യയിൽ സൂക്ഷിക്കാം. സമാധാന കാലത്താകട്ടെ ഇന്ത്യ വഴി പിന്നെ റഷ്യയുടെ ചരക്കുകൾ ഇന്ത്യയിലെ വെയർഹൗസിൽ കൊണ്ട് സൂക്ഷിക്കാം. തിരിച്ച് അതുപോലെ തന്നെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക്, ഇന്ത്യയുടെ പിന്നെ യുദ്ധക്കപ്പലുകൾക്ക് ഒക്കെ തന്നെ റഷ്യയുടെ ഏത് തുറമുഖത്തും പോയി നങ്കൂരം ഇടാം. 3 മാസം വരെ അവിടെ കിടക്കാം, ഒരു പ്രശ്നമില്ല. നമുക്കും അവിടെ നമ്മുടെ പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളത്തിനെ റഷ്യയുടെ ഒരു കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിക്കാം. അപ്പോൾ ഇതുവരെ ആരും അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയും ഇന്ത്യയും അമേരിക്കയും മാത്രമായിരുന്നു ഇതുവരെ. ഇനിയിപ്പോൾ റഷ്യൻ പടക്കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിലെത്തും. അതായത് ചൈനയ്ക്ക് പോലും ഇനി ഇതൊരു വെല്ലുവിളിയാണ്. കാരണം ഇന്ത്യയുടെയും റഷ്യയുടെയും കപ്പലുകൾ സംയുക്തമായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ റോന്തി ചുറ്റാൻ തുടങ്ങും. ഇതൊരു പുതിയ കാലത്തിന്റെ സൂചനയാണ്. റഷ്യക്ക് ഇതുവരെ അങ്ങനെ, അതായത് ഒരു രാജ്യത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യക്ക് ഒരു നാവിക താവളമോ ഒരു വ്യോമത്താവളമോ ഒരു രാജ്യത്തിലും ഇല്ലായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിൽ എത്ര തുറമുഖങ്ങളാണ് ഇന്ത്യക്കുള്ളത്? പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന്, കിഴക്ക് ബേ ഓഫ് ബംഗാളിനോട് ചേർന്ന്. ഇതൊക്കെ തന്നെ റഷ്യക്ക് ഉപയോഗിക്കാം. തിരിച്ച് റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിന്റെ അതിർത്തി ചൈനയുമായിട്ട് ഏറ്റവും നീളമുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് റഷ്യ. അതുപോലെ അഫ്ഗാനിസ്ഥാനുമായിട്ടും ഏതാണ്ട് പാകിസ്ഥാന്റെ അടുത്ത് വരെ വരും. അപ്പോൾ ഇവിടൊക്കെ നമുക്ക് റഷ്യയുടെ തന്ത്രപ്രധാനമായ പല സൈനിക കേന്ദ്രങ്ങളിലും ഇന്ത്യൻ സൈനികരും ഇന്ത്യയുടെ നിരീക്ഷണ ഉപഗ്രഹ സാമഗ്രികളും ഒക്കെ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് പറ്റും. ഇതിന്റെ ഒരു വ്യാപ്തി മനസ്സിലായത് അമേരിക്ക അന്തം പിടിച്ചു. കാരണം അമേരിക്ക തിരിച്ചറിയുന്ന ഇനി ക്വാഡ് ഒന്നുമല്ല. ഇക്കണക്കിന് മുന്നോട്ട് പോയാൽ ഇന്ത്യ, റഷ്യ എന്നീ 2 രാജ്യങ്ങളുടെ അന്തർവാഹിനികളും പടക്കപ്പലുകളും ഇന്ത്യൻ മഹാസമുദ്രത്തെ അവരുടെ ഒരു കേളിരംഗമാക്കി മാറ്റിയെടുക്കും. അത് സംഭവിക്കാൻ പാടില്ല. ഇന്ത്യയെ അങ്ങനെ പൂർണ്ണമായിട്ട് റഷ്യക്ക് വിട്ടുകൊടുക്കണ്ട. നമ്മുടെയും കൂടെ സുഹൃത്തായിട്ട് ഇന്ത്യ ഇരിക്കട്ടെ. മാത്രവുമല്ല, റഷ്യയും ഇന്ത്യയും അമേരിക്കയും ചേരുന്ന ഒരു സഖ്യം, ആ സഖ്യത്തിന് എന്താണ് കുഴപ്പം? അമേരിക്കയുടെ ചിന്ത പുതിയ രീതിയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷമാണ് അമേരിക്ക ഇത്തരം കടുത്ത തിരിച്ചറിവുകളിലേക്കൊക്കെ അമേരിക്ക എത്തിച്ചേർന്നത്. അപ്പോൾ വേഗത്തിൽ ഇന്ത്യയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ന് 3 അമേരിക്കൻ സെനറ്റർമാർ ട്രംപിനെതിരെ ആഞ്ഞടിച്ചിരിക്കുക. അവരൊരു പ്രമേയം സെനറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര തർക്കം വേഗത്തിൽ ഒത്തുതീർക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയും ചില സൗജന്യങ്ങൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് ചെയ്തു. നമ്മൾ പ്രകൃതിവാതകം 10%, ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 10% അമേരിക്കയിൽ നിന്നായിരിക്കും എന്ന് ഇന്ത്യ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ എണ്ണ പ്രകൃതിവാതക വ്യവസായ മേഖലയ്ക്കും ഇന്ത്യയുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ തിരിച്ചറിയുന്നു അമേരിക്ക. അത് പ്രകാരം പുതിയ പദ്ധതികളുമായിട്ട്, അതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. അമേരിക്കയിലെ 3 പ്രമുഖ ടെക് കമ്പനികൾ, മൈക്രോസോഫ്റ്റ്, അതുപോലെ ഗൂഗിള്, ആമസോണ്, ഇവരൊക്കെ തന്നെ വലിയ നിക്ഷേപം ഇന്ത്യയിൽ നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൂടാതെ വരും ദിവസങ്ങളിൽ ഓപ്പൺ AI അവരും ഇന്ത്യയിൽ നിക്ഷേപിക്കാനായിട്ട് വരികയാണ്. അതായത് ഈ സംഘർഷങ്ങൾ, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിരുന്നു. വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം എക്കാലത്തെയും ഏറ്റവും വലിയ സജീവവും സൗഹാർദ്ദപരവുമായ ഒരു ബന്ധമായി വ്യാപാര മറ്റ് മേഖലകൾ മുഴുവനും മാറ്റിയെടുക്കും എന്നുള്ള വളരെ കൃത്യമായ ഒരു സൂചനയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയിലെ മറ്റ് നേതാക്കളും നൽകുന്നത്. മോഡിയും വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ
സൗഹാർദ്ദം ഈ നീക്കത്തിൻ്റെ ഒരു പുതിയ അതിൻ്റെ പ്രതിഫലനങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ടാകും. അത് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാം.